പൊന്നുപോലെ സൂക്ഷിച്ചു കൊണ്ടു നടക്കുന്ന ഫോണ് ഒരു ദിവസം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നു, അതിനുശേഷം ഫോണിൽ ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുന്നു. ഇതനുഭവിച്ച ഒരുപാട് ആൾക്കാർ നമുക്കിടയിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഗ്രീൻ ലൈൻ ഇഷ്യൂ വരാതെ എങ്ങനെയാണ് ഫോണിൽ വരുന്ന OS അപ്ഡേറ്റുകൾ, അതായത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തരാനുണ്ട്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയ വശങ്ങളൊന്നും തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. അപ്പോൾ നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും സമയം വേസ്റ്റ് ആവും. ഇതിലാദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമ്മുടെ ഫോണിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ ഡാമേജുകൾ, അതായത് വളരെ ശക്തിയായി താഴെ വീഴുക, അല്ലെങ്കിൽ വാട്ടർ ഡാമേജ് സംഭവിക്കുക, അല്ലെങ്കിൽ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ എവിടെയെങ്കിലും പ്രഷർ സംഭവിച്ചിട്ട് ഡാമേജ് സംഭവിച്ച ഫോണുകൾ, ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഫിസിക്കൽ ഡാമേജ് സംഭവിച്ച ഫോണാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള OS അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ ഗ്രീൻ ലൈൻ ഇഷ്യൂ വരാനുള്ള സാധ്യത 90%. അതായത് 10% ഫോണുകൾ മാത്രമേ രക്ഷപ്പെട്ടു പോവുകയുള്ളൂ. ബാക്കി 90% ഫോണുകൾക്കും ഗ്രീൻ ലൈൻ ഇഷ്യൂ വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഫോണുകളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഫിസിക്കൽ ഡാമേജ് ഒന്നും ഇല്ല, ഒരു ചെറിയൊരു വീഴ്ച എല്ലാവരുടെ ഫോണും വീഴാറുണ്ട്. അപ്പോൾ ആ വീഴ്ചയൊന്നും പ്രശ്നമല്ല. നിങ്ങൾ ഫോണ് പൊന്നുപോലെ കൊണ്ട് നടക്കാറുണ്ട്, എന്നിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധക്കുറവ് കാരണമാണ് ഇത്തരത്തിൽ ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നത്. അപ്പോൾ നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും OS അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം ചെയ്യുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ, അതായത് OS അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്തുള്ള ഗ്രീൻ ലൈൻ ഇഷ്യൂ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഫോണിലുള്ള നിലവിലുള്ള OS അപ്ഡേറ്റ് ചെയ്തിട്ട് പുതിയ OS നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിലെ പ്രൊസസ്സർ പരമാവധി ശേഷിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം കോടിക്കണക്കിന് കോഡിങ്ങുകളും ഫയലുകളും ഒക്കെ ഇതിന് റീറൈറ്റ് ചെയ്യാനുണ്ട്. അപ്പം വലിയൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഫോൺ അമിതമായി ചൂടാകും. അപ്പോൾ നിലവിൽ നമ്മൾ ഉപയോഗിച്ച് കൊണ്ടിരുന്ന ഫോണാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതെങ്കിൽ ഓൾറെഡി ഫോൺ ചൂടായിട്ടാണ് ഉണ്ടാകുക. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഫോൺ അമിതമായി ചൂടാകും. മദർ ബോർഡിൽ നിന്ന് ഡിസ്പ്ലേയിലേക്ക് വരുന്ന നേർത്ത സ്ട്രിപ്പുകൾ മുതൽ നമ്മുടെ ഡിസ്പ്ലേയിലുള്ള പല കാര്യങ്ങളും ഇതുപോലെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അമിതമായി ഫോൺ ചൂടാകുമ്പോൾ, അതായത് 45 ഡിഗ്രിക്കൊക്കെ മുകളിൽ ഫോൺ ചൂടാവുകയാണെങ്കിൽ ഇതിനൊക്കെ ചെറിയ ഡാമേജുകൾ സംഭവിക്കും. അപ്പോൾ അമിതമായി ചൂടാകുമ്പോൾ ഡിസ്പ്ലേക്ക് എന്തായാലും ഗ്രീൻ ലൈൻ ഇഷ്യൂ വരാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. നമ്മുടെ ഫോണിൽ പുതിയ OS അപ്ഡേറ്റ് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ ലഭിച്ചാലുടനെ നിങ്ങൾ ഒരിക്കലും അപ്ഡേറ്റ് ചെയ്യാൻ പാടില്ല. ആദ്യം നിങ്ങളുടെ ഫോണിലെ സ്റ്റോറേജ് പരിശോധിക്കുക. 15 GB മുതൽ 25 GB വരെ സ്റ്റോറേജ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ OS അപ്ഡേറ്റ് ചെയ്യാൻ നിൽക്കാൻ പാടുള്ളൂ. അല്ലെങ്കിലുള്ള പ്രശ്നം എററുകൾ സംഭവിക്കും. അതുപോലെ തന്നെ ഫോൺ അപ്ഡേറ്റ് ആകാൻ സമയം കൂടുതലെടുക്കും. അപ്പോൾ കൂടുതൽ ഫോൺ ചൂടാവുകയും ചെയ്യും. രണ്ടാമത് ചെയ്യേണ്ടത്, ഫോണിൽ ഉപയോഗിക്കുന്ന ബാക്ക് കവർ ഉണ്ടല്ലോ, ഇത് നിർബന്ധമായിട്ടും ഒഴിവാക്കുക. അത് നമുക്കൊരു പരിധിവരെ ഫോണിൻ്റെ ചൂട് കുറക്കാൻ സഹായിക്കും. മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും നിങ്ങൾ ചാർജർ കണക്ട് ചെയ്തതുകൊണ്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഫോൺ അമിതമായി ചൂടാകും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൽ 60% ബാറ്ററി ചാർജ് ഉള്ളപ്പോൾ മാത്രമേ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ പാടുള്ളൂ, അതായത് OS അപ്ഡേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നു, നമ്മളത് ഡൗൺലോഡ് ചെയ്തു, അല്ലെങ്കിൽ ചിലരുടെയൊക്കെ ഓട്ടോ ഡൗൺലോഡ് ആയിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആയിട്ട് റീബൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരിക. ചിലർക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഓപ്ഷനൊക്കെയാണ് വരിക. നിങ്ങൾക്ക് ഇതുപോലെ ഫയൽ ഡൗൺലോഡിങ് നടന്ന ഉടനെ തന്നെ റീബൂട്ടോ റീസ്റ്റാർട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഓപ്ഷൻ വന്നാൽ ഉടനെ തന്നെ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ഡൗൺലോഡിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോൺ ഓൾറെഡി ചൂടായിട്ടാണ് ഉണ്ടാകുക. അപ്പം നമ്മൾ അതേ സമയത്ത് റീബൂട്ട് ചെയ്യാനോ ഇൻസ്റ്റാൾ ചെയ്യാനോ ഒക്കെ ശ്രമിക്കുന്ന സമയത്ത് ഫോൺ അമിതമായി ചൂടാകും. അപ്പം നമുക്ക് ഗ്രീൻ ലൈൻ ഇഷ്യൂ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നാൽ എന്ത് ചെയ്യണം? ഫോണിലുള്ള കണക്ടിവിറ്റികളുണ്ടല്ലോ, വൈഫൈ, ബ്ലൂടൂത്ത്, ലൊക്കേഷൻ, ഹോട്ട്സ്പോട്ട് പോലെയുള്ള എല്ലാ കാര്യങ്ങളും ആദ്യം തന്നെ ഓഫ് ചെയ്തിടണം. ഫയൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാലാണ് പറയുന്നത്. അതായത് ഇൻസ്റ്റാളേഷനോ അല്ല റീബൂട്ടോ കാണിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്ത് ഫോൺ 10 മുതൽ 15 മിനിറ്റ്, അത് എല്ലാ കമ്പനികളും പറയുന്നുണ്ട്, പ്രത്യേകിച്ച് ഐഫോണുകൾ 10 മുതൽ 15 മിനിറ്റ് വരെ ഫോൺ റെസ്റ്റിന് വെക്കണം. അപ്പോൾ എടുത്ത് കളിക്കാൻ പാടില്ല. ഈ റെസ്റ്റിന് വെക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കാൻ പാടില്ല. ഫാനിൻ്റെ കാറ്റൊക്കെ കിട്ടുന്ന പെട്ടെന്ന് കൂളാകാൻ സാധ്യതയുള്ള ഒരിടത്ത് വെക്കുക. അല്ലെങ്കിൽ AC ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, പെട്ടെന്ന് ഫോൺ കൂളാകാൻ സഹായിക്കും.
AC-യുടെ തണുത്ത കാറ്റ് ലഭിക്കുന്ന ഏതെങ്കിലും വശത്ത് ഫോൺ വെച്ചാൽ മതി. അപ്പോൾ 15 മിനിറ്റിനുള്ളിൽ ഫോൺ നല്ലപോലെ തണുക്കും. ആ സമയത്ത് നിങ്ങൾക്ക് റീബൂട്ടോ ഇൻസ്റ്റാളോ അപ്ഡേറ്റോ എന്തും ചെയ്യാൻ സാധിക്കുന്നതാണ്. 15 മിനിറ്റിന് ശേഷം ഫോൺ തണുത്തതിന് ശേഷമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇത്തരത്തിൽ ഫോണിൽ വരുന്ന ഗ്രീൻ ലൈൻ ഇഷ്യൂ വലിയ തോതിൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫോൺ ഗെയിം കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഫോൺ അമിതമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോഴൊക്കെ ഓൾറെഡി ഫോൺ ചൂടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഗ്രീൻ ലൈൻ ഇഷ്യൂ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇനി OS അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാലും, ഇപ്പോൾ അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫോൺ റീബൂട്ടാകും. ഓട്ടോമാറ്റിക്കലി റീബൂട്ടായി ഓണാകുന്നത് വരെ കാത്തിരിക്കുക, അല്ലാതെ ഫോണിൽ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക, ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അപ്ഡേറ്റ് കഴിഞ്ഞാലും ഫയലുകൾ ലോഡാകാൻ സമയമെടുക്കും. ചില ഫോണിന് 15 മിനിറ്റൊക്കെ എടുക്കും. അപ്പോൾ അത്രയും സമയം കോളൊക്കെ വന്നാൽ അറ്റൻഡ് ചെയ്യാമെന്നല്ലാതെ ഉടനെ ഫോൺ ഉപയോഗിക്കാൻ നിൽക്കരുത്. ഏറ്റവും നല്ല കാര്യം ഫോണിൽ OS അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ രാത്രി കാലങ്ങളിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഫോൺ ഉപയോഗിക്കില്ലല്ലോ. നിങ്ങൾ ഫോൺ തണുത്തതിന് ശേഷം ഇതുപോലെ അപ്ഡേറ്റ് കൊടുത്തിട്ട് നിങ്ങൾ ഫോൺ റെസ്റ്റിൽ വെക്കുക. ഫോൺ ഓട്ടോമാറ്റിക്കലി റീബൂട്ടായി രാവിലെ നിങ്ങൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും ഫോൺ സെറ്റപ്പായി കിടക്കുന്നതാണ്. അപ്പോൾ ഫോൺ അമിതമായി ചൂടായി നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നവരുടെ ഫോണാണ് കൂടുതലും ഗ്രീൻ ലൈൻ പ്രശ്നങ്ങൾ വരുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രമേ ഞാനൊക്കെ ഫോൺ അപ്ഡേറ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.